ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ വരെ അൽ ജസീറയുടെ സ്ക്രീനിൽ കത്തിത്തിളങ്ങി നിന്നിരുന്ന രണ്ട് മാധ്യമപ്രവർത്തകർ ഇന്ന് ഈ സമയമാവുമ്പോഴേക്ക് ഇല്ലാതായി. മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിർവചനം തിരുത്തി എഴുതിയ ലോകത്തെ അറിയപ്പെട്ട കുറേ മാധ്യമപ്രവർത്തകരുടെ നിരയിലേക്ക് ചേർന്ന രണ്ട് പ്രമുഖരായ മാധ്യമപ്രവർത്തകർ അനസ് ഷരീഫ്, മുഹമ്മദ് ഖുറൈഖ എന്ന് പറയുന്ന രണ്ട് അൽ ജസീറ മാധ്യമപ്രവർത്തകരും അവരോടൊപ്പം രണ്ട് ഫോട്ടോഗ്രാഫർമാരും ഇന്നലെ രാത്രിയോടുകൂടി ഷഹീദായി. ഇസ്രായേൽ തെരഞ്ഞുപിടിച്ചു കൊല്ലുകയാണ് ഫലസ്തീനിലെ ഗസയിലെ മാധ്യമപ്രവർത്തകരെ എന്ന് നമുക്കറിയാം. ഒന്നും രണ്ടുമല്ല, 237 മാധ്യമപ്രവർത്തകരെയാണ്, അൽ ജസീറയുടേതുൾപ്പെടെ 237 മാധ്യമപ്രവർത്തകരെയാണ് ഈ ഒക്ടോബർ 7 ശേഷം, തൂഫാൻ അൽ അക്സയ്ക്ക് ശേഷം കഴിഞ്ഞ 22 മാസങ്ങൾക്കുള്ളിൽ ഫലസ്തീനിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത്. തെരഞ്ഞുപിടിച്ചു കൊല്ലുകയാണ്. യാദൃച്ഛികമായി അവർ കൊല്ലുന്ന 1.5 ലക്ഷം 2 ലക്ഷത്തോളം വരുന്ന സിവിലിയന്മാരിൽ കുറച്ച് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുകയല്ല, പകരം മാധ്യമപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചു കൊല്ലുകയാണ്, പ്രത്യേകിച്ചും അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകരെ. അങ്ങനെയാണ് 237 ആളുകളെ 22 മാസം കൊണ്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. അതായത് ഇസ്രായേൽ നമുക്കറിയാലോ ഏറ്റവും അധികം പേടിക്കുന്നത് സത്യത്തെയാണ്. ഈ സത്യത്തെ പുറം ലോകത്ത് എത്തിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ് എന്നവർക്കറിയാം. ഇന്ന് ലോകത്ത് മുഴുവനും ഈ അനസ് ഷരീഫും അതുപോലെ തന്നെ മുഹമ്മദ് ഖുറൈഖയും അതുപോലുള്ള മാധ്യമപ്രവർത്തകരും കൊടുക്കുന്ന ചിത്രങ്ങളാണ്, ദൃശ്യങ്ങളാണ്, ഫുട്ടേജുകളാണ് ലോകത്തെ മുഴുവനും ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് അനസ് ഷരീഫ് ഗസയിലെ ആശുപത്രിയിൽ നിന്ന് പട്ടിണി കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രമാണ് ഏറ്റവും അവസാനമായി ലോകത്തിന് നൽകിയത്. ഉച്ചക്കുള്ള അദ്ദേഹത്തിന്റെ വാർത്തയിൽ അദ്ദേഹം ആ ചിത്രങ്ങൾ നൽകി അതിന്റെ വിശദീകരണം ലോകത്തിന് നൽകി. ഇതേപോലെ തന്നെ പട്ടിണി കിടന്ന് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഫലസ്തീനി കുഞ്ഞുങ്ങളുടെ ചിത്രമായിരുന്നു മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഖുറൈഖ അൽ ജസീറ വഴി ലോകത്തിന് നൽകിയത്. ഇതുപോലുള്ള ചിത്രങ്ങൾ ലോകത്തുണ്ടാക്കുന്ന വമ്പിച്ച മാറ്റങ്ങൾ ലോകം മുഴുവനും ഇപ്പോൾ പ്രതിഷേധങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ പ്രകടനങ്ങൾ കൊണ്ട് നെതന്യാഹുവിനെതിരെയുള്ള നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ കാരണക്കാർ ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് നിരന്തരമായി അവരെ ആദ്യം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അൽ ജസീറയുടെ പല പ്രവർത്തകരെയും കൊന്നു, അൽ ജസീറ നിരോധിച്ചു. ഇദ്ദേഹത്തെയും അനസ് ഷരീഫിനെയും പലപ്പോഴും വിളിച്ച് ഭീഷണിപ്പെടുത്തി. അനസ് ഷരീഫിനോട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കുടുംബവും ചോദിക്കാറുണ്ടായിരുന്നു, നിർത്തുന്നില്ലേ, ജീവൻ അപകടത്തിലാണ് എന്ന് അറിയില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പലപ്പോഴും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ഇന്റലിജൻസിന്റെ, താങ്കൾ കൊല്ലപ്പെടാൻ പോകുന്നു, താങ്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല, നിർത്താൻ പറ്റില്ല. കാരണം ഈ പാവപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചിത്രം ലോകത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ ഒരു ബാധ്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നിർത്തുക എന്ന് പറയുന്നത് തവഖുഫ് ഖിയാന, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നിർത്തുക എന്ന് പറയുന്നത് ഒരു വഞ്ചനയാണ്. അതുപോലെ തന്നെ ഞാൻ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതും ഒരു വസ്സുംതു ജരീമ, നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണ്. ഇത് രണ്ടും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഇത് തന്നെയായിരുന്നു മുഹമ്മദ് ഖുറൈഖിന്റെ നിലപാട്. അള്ളാഹുവിന്റെ ഖദർ വന്നാൽ ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം നേരിടുന്ന ഭീഷണിയെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ദൗത്യമായിട്ട് ഈ മാധ്യമപ്രവർത്തനത്തെ ഏറ്റെടുത്ത രണ്ട് മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ അവരെ തെരഞ്ഞുപിടിച്ചു കൊന്നു. ഇവരെ കൊന്ന ശേഷം ഇസ്രായേൽ പട്ടാളം തങ്ങൾ ഇവരെ കൊന്നു എന്ന് പ്രഖ്യാപിച്ചു, വലിയ അഭിമാനത്തോടുകൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 237
മാധ്യമപ്രവർത്തകരെ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൊന്നു എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ മൃഗീയമായ, ഇത്രയും നീചമായ വിധത്തിൽ കൊല നടത്തുന്ന ഒരു കൂട്ടർ ലോകത്ത് ചരിത്രത്തിലുണ്ടായിട്ടില്ല. നാസികളുടെ, ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിനെ സംബന്ധിച്ചും ഗ്യാസ് ചേംബറിനെ സംബന്ധിച്ചും ഗ്യാസ് ചേംബറിൽ കൊല്ലപ്പെട്ട ജൂതന്മാരെ സംബന്ധിച്ചും സംസാരിച്ച് ലോകം മുഴുവനും ഈ ഈ ഈ ഈ പരാതികളുമായി നടന്ന് സഹതാപം പിടിച്ചുപറ്റി പലസ്തീനിൽ വന്ന് അവരുടെ ഭൂമി പിടിച്ചെടുത്ത് ഈ ഹോളോകോസ്റ്റിന്റെയും നാസി അക്രമത്തിന്റെയും പീഡനത്തിന്റെയും കഥ പറഞ്ഞ് ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത ഒരു കൂട്ടർ നാസികളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലകളുടെ ഭാഗമാണ് മാധ്യമപ്രവർത്തകരുടെ കൊല. ഇത്രയധികം മനുഷ്യർ, മാധ്യമപ്രവർത്തകർ ലോകയുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. രണ്ടാം ലോകയുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ആകെ 69 മാധ്യമപ്രവർത്തകരാണ് എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ വിയറ്റ്നാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 66 മാധ്യമപ്രവർത്തകരാണ് എന്നാണ് പറയുന്നത്. 2 ലോകമഹായുദ്ധത്തിലുമായിട്ട് ഇത്രയധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടില്ല. ഇപ്പോ ഈ 22 മാസം കൊണ്ട്, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആണ് 237 മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ കൊന്നത്. പക്ഷേ അനസ് ഷരീഫിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ അത് അവരുടെ ഒരു ജീവിതത്തിന്റെ ദൌത്യം ആയിട്ടാണ് ഏറ്റെടുത്തത്. വളരെ ചെറിയ പ്രായം, 29 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. 2 കുട്ടികളുള്ള അദ്ദേഹത്തിന്റെ വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മരണം ഏതവസരത്തിലും പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വസിയത്ത് എഴുതി വെച്ചു. ആ വസിയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പലസ്തീനെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പലസ്തീനെ നിങ്ങൾ എന്ത് പ്രലോഭനങ്ങളുണ്ടായാലും, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, പലസ്തീൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തെയും ഈ പ്രദേശത്ത് ജീവിക്കുന്ന നിരാലംബരായ, നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയിട്ട് അവർ നൽകുന്ന ഏറ്റവും വലിയ അവരുടെ ജീവൻ, ഈ പ്രശ്നങ്ങൾ, ഈ പ്രതിസന്ധി ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ലോകത്തോട് പറയുന്നുണ്ട്. ഈ സമയത്ത് മൗനം പാലിക്കുന്നവരെ ചരിത്രം, മൗനം പാലിച്ചവർ എന്ന് ചരിത്രം അവരെ രേഖപ്പെടുത്തും. അതുവഴി ഈ വലിയ ജനസോയിഡ്, ഈ വംശഹത്യയിൽ പങ്കാളികളായി മൗനം വഴി എന്ന് ചരിത്രം അവരെ രേഖപ്പെടുത്തും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വസിയത്തിൽ. അപ്പോൾ മാധ്യമപ്രവർത്തനത്തെ ജീവിത ദൌത്യമായിട്ട് ഏറ്റെടുത്ത് ഇത് ലോകത്തിന് മുഴുവനും എത്തിച്ചു കൊടുക്കുക, ഏതവസരത്തിലും മരിക്കാൻ, രക്തസാക്ഷിയാവാൻ, കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് ഗസയിലെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. പുതിയ ആളുകൾ വരും, അവരും കൊല്ലപ്പെടും. പിന്നീട് വീണ്ടും ആളുകൾ വരും, അവരും കൊല്ലപ്പെടും. ഈ 2 അവസാനത്തെ മാധ്യമപ്രവർത്തകരുടെ രക്തസാക്ഷ്യം ഗസയിലെ ജനങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയത് നമ്മൾ കാണുന്നുണ്ട്. തക്ബീർ ചൊല്ലിക്കൊണ്ട്, നമ്മൾ പെരുന്നാളിനാണ് തക്ബീർ ചൊല്ലുന്നത്. ഈ ഷഹീദുകളുടെ മയ്യത്തും വഹിച്ചുകൊണ്ട് അവർ നടത്തിയ യാത്ര പെരുന്നാളിനെ ഓർമ്മിപ്പിക്കുന്ന തക്ബീർ ചൊല്ലിക്കൊണ്ടായിരുന്നു. ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി, ജീവിത ദൌത്യത്തിന് വേണ്ടിയിട്ട് കൊല്ലപ്പെടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി, പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിരപരാധികളായ സ്ത്രീകൾക്ക് വേണ്ടി, ഈ അക്രമികൾക്കെതിരെ, ഈ അനീതിയുടെ വക്താക്കൾക്കെതിരെ ഉള്ള ശക്തമായ സമരത്തിന്റെ ഭാഗമാണ് തങ്ങളുടെ ഈ മാധ്യമപ്രവർത്തനം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ലോകത്തേക്ക് മുഴുവനും ഇവരുടെ ഗസയിൽ നിന്ന് ഇവർ തിരിച്ചുവെച്ച ക്യാമറകൾ, ഈ ക്യാമറകളിൽ ഒപ്പിയെടുത്ത പാവപ്പെട്ട മനുഷ്യരുടെ ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ അവർ ലോകത്തിന് മുഴുവനും ഈ ചിത്രങ്ങൾ നൽകി, ലോകത്ത് മുഴുവനും ആ ചിത്രങ്ങളിലെ ഭീകരാവസ്ഥകൾ കണ്ട് ജനം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട്, ഏറ്റവും വലിയ കെണിയിലകപ്പെട്ട് രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതിന്റെയൊക്കെ കാരണക്കാർ സത്യം ലോകത്തേക്ക് എത്തിക്കുന്ന മാധ്യമപ്രവർത്തകരാണ് എന്ന് മനസ്സിലാക്കി അവരെയും തെരഞ്ഞുപിടിച്ച് സത്യത്തിന്റെ നാവടപ്പിക്കുവാൻ, സത്യത്തിന്റെ മേൽ മണ്ണിട്ട് മൂടുവാൻ ഉള്ള ശ്രമമാണ് നെതന്യാഹുവും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വിജയിക്കാൻ പോകുന്നില്ല. ഈ 2 മാധ്യമപ്രവർത്തകരുടെ വികാരം, അവരുടെ വിശ്വാസം, അവരുടെ ജീവിത വീക്ഷണം, അവരുടെ നീതിയോടുള്ള പ്രതിബദ്ധത, അതാണ് അവർ ഈ മാധ്യമ പ്രവർത്തന കാലത്ത് അവർ പ്രകടിപ്പിച്ചത്, അവരുടെ വസിയത്തുകളിൽ അവർ പ്രകാശിപ്പിച്ചത്. ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ജീവിത ദൌത്യമായി നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ ഏറ്റെടുത്തിട്ടുള്ളവരുമായ ഒരു ജനതയെ നെതന്യാഹുവിനെ എന്നല്ല, അതിനപ്പുറമുള്ള ഒരാൾക്കും, ഒരു ശക്തിക്കും, അവർ എത്ര വലിയ അണ്ണായുധ ശേഷിയുള്ളവരാണെങ്കിലും പരാജയപ്പെടുത്തുക സാധ്യമല്ല. അതാണ് ചരിത്രത്തിന്റെ പാഠം എന്ന് മനസ്സിലാക്കേണ്ടി വരും. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മത്തിക്ക് അർഹമ റഹീം.